ഇന്നൊരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 2 മതിയാവും. ഇതുപോലെ ചെറിയ കഷണങ്ങളാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് മൂടി വെച്ച ശേഷം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് പോവരുത്. ഒരു 4 വിസിൽ വന്ന ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 2 മീഡിയം സൈസ് ഉള്ളി ചോപ്പ് ചെയ്തെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി അടച്ച് വെച്ച് വഴറ്റിയെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇനി ഉള്ളി വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി പോകരുത്. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കണക്കായിട്ട് കുറച്ചിട്ടാൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം വേവിക്കാൻ വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഈ വെള്ളം വറ്റി വരുമ്പോഴേക്കും ചിക്കൻ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് വഴറ്റാൻ വെച്ച ഉള്ളിയിലേക്ക് അല്പം കറിവേപ്പില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് നിറം മാറി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ മസാലയൊക്കെ ഒന്ന് കളറ് മാറി നല്ലോണം വഴണ്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ വളരെ ചെറിയ പൊടി പോലെ ആയി പോകും. ഇങ്ങനെ ചെയ്താൽ കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ ഇടയ്ക്കൊരു ചിക്കൻ്റെ പീസ് കടിക്കാൻ കിട്ടും. അതുപോലെ ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഉടച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് ചൂട് പോകാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് നൈസാക്കി പൊടിക്കണ്ട, വലിയ തരികളോട് കൂടി തന്നെ പൊടിച്ചെടുത്താൽ മതി. എന്നാലും നമ്മുടെ കട്ട്ലേറ്റ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ബ്രെഡ് പൊടിച്ചെടുത്ത ശേഷം ഒരു ഫ്രൈ പാനിലിട്ട് ചൂടാക്കിയെടുത്താൽ ബ്രെഡ് ക്രംസ് റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് അല്പം ഉപ്പ് കൂടി ചേർത്ത് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുത്താൽ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കാം. കുറച്ച് മസാല കയ്യിലെടുത്ത ശേഷം ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാം ഷേപ്പ് ചെയ്തെടുത്ത് വെച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി നമ്മൾ ഓരോന്നായി എടുത്ത് നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുത്ത് മാറ്റി വെച്ച ശേഷം നമുക്ക് എണ്ണ ചൂടാവാൻ വെക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം കുറച്ചായി ഇട്ട് പൊരിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡ് കളറ് മാറി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും ഒരുപോലെ കളറ് മാറി നല്ല മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ കൂടി ചെയ്യണേ.